ഹലോ ഗൈസ്, നമുക്കിന്ന് തൂതപൂരത്തിന്റെ കുറച്ച് കാഴ്ചകൾ കാണാൻ പോയാലോ? അപ്പൊ ഞങ്ങൾ രാവിലെ തന്നെ വണ്ടി എടുത്തിട്ട് നേരെ ആനകളെ കാണാൻ പോയി. ആദ്യത്തെ ആനയുടെ പേര് പാപ്പാനോട് ചോദിച്ചപ്പോൾ പറഞ്ഞത് കൂറ്റനാട് വിഷ്ണു എന്നായിരുന്നു. അതിനുശേഷം ഞങ്ങൾ പോയത് കുളക്കാടൻ ഗണപതിനെ കാണാനായിരുന്നു. അതിനെ കെട്ടിയിട്ടതിന്റെ ആ ഏരിയയിൽ തന്നെ ഒരു കുഞ്ഞു മഞ്ചാടി ചെടി ഉണ്ടായിരുന്നു. അവിടുന്ന് കുറച്ച് മഞ്ചാടിക്ക് പെറുക്കി പോക്കറ്റിൽ ഇട്ടിട്ട് ഞങ്ങൾ നേരെ വിട്ടു അടുത്ത സ്പോട്ടിലേക്ക്. പോണ വഴിക്ക് ഞങ്ങൾ ചീനക്കൽപ്പാറ എന്ന് കണ്ടിട്ടുണ്ടായിരുന്നു. നല്ല ഭംഗിയുള്ള ഒരു സ്പോട്ടായിരുന്നു കേട്ടോ. കാരണം ഒരു സൈഡ് ഫുള്ള് മല, അതിൻ്റെ താഴത്തെ സൈഡ് അമ്പലം, അതിൻ്റെ ഇടയിൽ ഒരു കുഞ്ഞ് റോഡ്, നല്ല ഭംഗിയുള്ള ഒരു സ്പോട്ടായിരുന്നു. എനിക്ക് നല്ല ഇഷ്ടപ്പെട്ടു. ഞാൻ ആദ്യമായിട്ടാണ് ഈ വഴിക്കൊക്കെ വരുന്നത്. പിന്നെ ഞങ്ങൾ പോയത് തൂതപ്പുഴ കാണാനായിരുന്നു. നമ്മൾ നിൽക്കുന്ന സൈഡ് പാലക്കാടും അതിൻ്റെ അക്കരെ മലപ്പുറമാണ് കേട്ടോ. അതിൻ്റെ അറ്റത്ത് തന്നെ പകലക റിസോർട്ട് നമുക്ക് കാണാൻ പറ്റും. ആനക്കന്തോ പിന്നെ നമ്മൾ കാണാൻ പോയ ആനയുടെ പേരായിരുന്നു എറണാകുളം ശിവകുമാർ. അത് കഴിഞ്ഞിട്ട് ഞങ്ങൾ ഒരു കരിമ്പ് ജ്യൂസൊക്കെ കുടിച്ച് പിന്നെ ഞങ്ങൾ അടുത്ത സ്പോട്ടിലേക്ക് പോകാൻ നിൽക്കുകയായിരുന്നു. പോണ വഴിക്ക് ഇതേപോലെ ഇങ്ങനെ ഒരുപാട് തറയും പൂതനൊക്കെ കണ്ടിട്ടുണ്ടായിരുന്നു. ഈ തിരക്ക് കണ്ടപ്പോഴേ നിങ്ങൾക്ക് മനസ്സിലായിണ്ടാവുമല്ലോ ആരാവും അടുത്തതെന്ന്. അതെ, നമ്മുടെ തെച്ചിക്കോട് രാമചന്ദ്രൻ. അതിൻ്റെ തിടമ്പും കാര്യങ്ങളൊക്കെ അവിടെ ഇങ്ങനെ പ്രദർശനത്തിന് വേണ്ടി വെച്ചിട്ടുണ്ടായിരുന്നു. എന്തൊരു ഭംഗിയല്ല അതൊക്കെ കാണാൻ വേണ്ടിയിട്ട്. ഉച്ചയ്ക്ക് സമയം 1:30 ആയപ്പോഴത്തേനും ഞങ്ങളത് ഈ കുട്ടൻകുളങ്ങര അർജുനൻ എന്ന് പറഞ്ഞ ആനയുടെ അടുത്തേക്ക് എത്തി. നല്ല വെയിലുണ്ടായിരുന്നു. ആ പൊരി വെയിലത്ത് വീണ്ടും മറ്റൊരു ആനയെ കൂടെ കാണാൻ പോയി. ഇവന്റെ പേര് പുതുപ്പള്ളി കേശവൻ എന്നായിരുന്നു കേട്ടോ. അത് കഴിഞ്ഞ് കുറച്ചു നേരം സംസാരിച്ചു നിന്നിട്ട് ഞങ്ങൾ നേരെ പാമ്പാടി സുന്ദരനെ കാണാൻ പോയി. ഇപ്പൊ കണ്ടതിൽ വെച്ചിട്ട് എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടത് കുട്ടൻകുളങ്ങര അർജുനൻ എന്ന് പറഞ്ഞ ആനേനായിരുന്നു കേട്ടോ. അത് കഴിഞ്ഞിട്ട് ഞങ്ങൾ നേരെ അവസാനമായിട്ട് അനന്തപത്മനാഭനെയും കൂടെ കാണാൻ പോയി. അവിടെ നിന്ന് ഒരു ഫോട്ടോ ഒക്കെ എടുത്തിട്ട് ഞങ്ങൾ നേരെ വീട്ടിലേക്ക് വിട്ടു. അപ്പൊ നമ്മുടെ ഇന്നത്തെ വ്ളോഗ് ഇവിടെ അവസാനിച്ചു. ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, ആൻഡ് ഇൻസ്റ്റയിലും കൂടെ ഒന്ന് ഫോളോ ചെയ്യുക. ബൈ ബൈ.